പെഹൽഗാം ആക്രമണം നടന്ന് രണ്ടാഴ്ചകൾക്ക് ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചത്. 26 നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഇരകൾക്ക് നീതി നൽകി. 2016 ശേഷം ഇന്ത്യൻ മണ്ണിൽ നടന്ന ഏറ്റവും മാരകമായ ആക്രമണമായിരുന്നു പഹൽഗാം. ഇന്ന് ഇന്ത്യ ശക്തിയോടെയും കൃത്യതയോടെയും ലക്ഷ്യബോധത്തോടെയും പ്രതികരിച്ചു. ബുധനാഴ്ച പുലർച്ചെ 1:44 ആക്രമണം നടന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ദൗത്യത്തിന് ഇന്ത്യ നൽകിയിരിക്കുന്ന പേര്. ഇന്ത്യൻ സായുധസേനയുടെ 3 സേവനങ്ങളും അണിനിരന്നു. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയെല്ലാം ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കാളികളായി. പാകിസ്ഥാനിലെ 9 ലക്ഷ്യസ്ഥാനങ്ങൾ ഇന്ത്യ ഒരുമിച്ച് നശിപ്പിച്ചു. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള നിയന്ത്രണ രേഖയിലൂടെയാണ് ഇവയെല്ലാം. 9 ലക്ഷ്യങ്ങളിൽ ഓരോന്നും ശ്രദ്ധാപൂർവമാണ് ഇന്ത്യൻ സേന തിരഞ്ഞെടുത്തത്. 5 എണ്ണം പാക് അധീന കശ്മീരിലും 4 എണ്ണം പാകിസ്ഥാനിലുമായിരുന്നു. മുസാഫറാബാദിൽ 2 തവണ ആക്രമണം നടത്തി. തുടർന്ന് കോട്ട്ലി, ഗുൽപൂർ, ബിംബിയർ, ബഹവലൂർ എന്നിവിടങ്ങളും ഇന്ത്യ ആക്രമിച്ചു. ഇവയാണ് ആക്രമണം നടന്ന 9 മേഖലകൾ. പാകിസ്ഥാനിലെ സിവിലിയൻ മേഖലകൾ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ക്രോസ്ബർ ഭീകരതയുടെ കേന്ദ്രങ്ങളായ ഭീകര ക്യാമ്പുകളെ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. മുരീദ് ലഷ്കർ-ഇ-തൊയ്ബയുടെ ആസ്ഥാനമാണ്. മുരീദ് കെ മുംബൈ ആക്രമണങ്ങളുടെ സൂത്രധാരൻ ഹാഫിസിന്റെ വാസസ്ഥലം കൂടിയാണ്. ഇയാൾ ഐക്യരാഷ്ട്രസഭ നിയുക്ത തീവ്രവാദിയാണ്. പഹൽഗാം ആക്രമണത്തിന് പിന്നിലും ഇയാൾ തന്നെയെന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ചു. ലഷ്കർ-ഇ-തൊയ്ബയുടെ ആസ്ഥാനമായ മുരീദ് കിൽ നടന്ന ആക്രമണം ഇതാണ് വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ബഹവൽപൂരിൽ ആക്രമണം നടത്തിയത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പഞ്ചാബ് പ്രവിശ്യയായ പാകിസ്ഥാൻ പ്രവിശ്യയിലും ജയ്ഷ് മുഹമ്മദിന്റെ ശക്തി കേന്ദ്രത്തിലും ഇന്ത്യ ആക്രമിച്ചു. മസൂദ് അസറാണ് ഈ സംഘടനയുടെ തലവൻ. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് അറസ്റ്റിലായെങ്കിലും കന്ദഹാറിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഹൈജാക്ക് ചെയ്തതിന് ശേഷം മോചിപ്പിക്കേണ്ടി വന്നു. അടുത്തതായി സിയാൽകോട്ടിലും കോട്ട്ലിയിലും നടന്ന ആക്രമണങ്ങളിലേക്ക് വരാം. അവ ഹിസ്ബുൾ മുജാഹിദിന്റെ ക്യാമ്പുകൾ ലക്ഷ്യമിട്ടായിരുന്നു. 9 ആക്രമണങ്ങളും ഇന്ത്യൻ മണ്ണിൽ നിന്നാണ് നടത്തിയെന്നതും ശ്രദ്ധേയമാണ്. ഒരു ഘട്ടത്തിലും ഇന്ത്യൻ സൈന്യം നിയന്ത്രണ രേഖ കടന്നിട്ടില്ല. എന്നിട്ടും എല്ലാ ലക്ഷ്യങ്ങളും കൃത്യമായി ആക്രമിച്ചു. ഇന്ത്യൻ സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ജാഗ്രതയോടെയുള്ള സമീപനത്തെയും രാജ്യത്തിന്റെ വ്യക്തമായ ഉദ്ദേശത്തെയും ഊന്നിപ്പറയുന്നു. ഇന്ത്യ പാകിസ്ഥാന്റെ സൈന്യത്തെ ലക്ഷ്യം വെച്ചില്ല എന്നതിനെക്കുറിച്ചും പ്രസ്താവനയിൽ പരാമർശിക്കുന്നു. പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിനായി ഇന്ത്യൻ സായുധസേന ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു. പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇന്ത്യക്കെതിരായ തീവ്രവാദ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും ലക്ഷ്യം വയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ 9 സ്ഥലങ്ങൾ ഇന്ത്യ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഒരു പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളും ഇന്ത്യൻ സേന ലക്ഷ്യമിട്ടിട്ടില്ല. ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും നടപ്പിലാക്കുന്ന രീതിയിലും ഇന്ത്യ ഗണ്യമായ സംയമനം പാലിച്ചു. 25 ഇന്ത്യക്കാരും ഒരു നേപ്പാളി പൗരനും കൊല്ലപ്പെട്ട ക്രൂരമായ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടികൾ. ആക്രമണത്തിന് ഉത്തരവാദികളായവരെ ഉത്തരവാദിത്തപ്പെടുത്തുമെന്ന പ്രതിബദ്ധതയാണ് ഞങ്ങൾ പാലിക്കുന്നതെന്ന് ഇന്ത്യ പുറത്തിറക്കിയ പ്രസ്താവനയിൽ സൂചിപ്പിച്ചു.